എന്തിനാ പോന്നെ തോന്നി അമ്മമ്മ അത് കാണാത്ത നന്നായി. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്തൊക്കെയാണ് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കണമല്ലോ അല്ലേ? ഇപ്പോഴത്തെ എല്ലായിടത്തെയും ചർച്ചാ വിഷയം എന്ന് പറയുന്നത് ദൃശ്യമാണല്ലേ. അപ്പോൾ നമ്മൾ ദൃശ്യം കാണാൻ പോകുന്നതിൻ്റെ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ മൂവിയിൽ. പക്ഷേ അതിൽ കുറച്ച് കോമഡി ഉണ്ട് കേട്ടോ. കാരണം നമ്മൾ ഇന്ന് ദൃശ്യം കാണാൻ പോകുമ്പോൾ അമ്മമ്മയും കൂടെ ഉണ്ട്. അമ്മമ്മേനെയും കൂട്ടിയിട്ടാണ്. നമ്മുടെ ചാനൽ പുതിയതായിട്ട് കാണുന്നവർക്ക് അറിയുന്നുണ്ടാവില്ല ഈ ഒരു കാര്യം. പക്ഷേ ആദ്യം തൊട്ട് കാണുന്നവർക്ക് ഈ ഒരു കാര്യം അറിയുന്നുണ്ടാവും. കാരണം അമ്മമ്മേനെ ദൃശ്യം 1ഉം 2ഉം കാണിച്ച ആ ഒരു വീഡിയോ ഉണ്ട് നമ്മൾ വ്ളോഗ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് 2 ഇറങ്ങിയ സമയത്ത് OTTയിലാണല്ലോ 2 ഇറങ്ങിയത്. അപ്പോൾ ആ സമയത്ത് ദൃശ്യം അമ്മമ്മ കണ്ടിട്ടുള്ള ആ ഒരു നമ്മൾ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അന്ന് കുറേ പേര് കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ദൃശ്യം 3 വരുവാണെങ്കിൽ ഇനി കാണാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ അത് അന്നൊന്നും നമുക്കൊന്നും അറിയില്ല, ദൃശ്യം 3 വരുന്നുണ്ടോ എന്ന് പോലും ആർക്കും അറിയില്ല. പക്ഷേ ഇപ്പോൾ ദൃശ്യം 3 വന്നിരിക്കുന്നു. വന്ന സമയത്ത് എന്തായി, നമ്മൾ എന്തായാലും ഓക്കെ ടിക്കറ്റ് എടുത്തു. നമ്മൾ റിലീസ് ചെയ്തതിൻ്റെ നെക്സ്റ്റ് ഡേ തന്നെ ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് ആണ് കേട്ടോ ഷോ. അപ്പോൾ നമുക്ക് രാവിലെ നമുക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ കല്യാണത്തിന് നമ്മളെല്ലാവരും കൂടെ പോയിട്ടില്ലാണ്. അങ്ങനെ ദേ കല്യാണമൊക്കെ കണ്ട് സദ്യയൊക്കെ കഴിച്ച് വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ദേ വീട്ടിലെത്തി നല്ലൊരു മാങ്ങ ജ്യൂസൊക്കെ കഴിച്ചു കേട്ടോ. ഇപ്രാവശ്യം മാങ്ങക്കാലം തുടങ്ങിയതിന് ശേഷം നമ്മളങ്ങനെ മാങ്ങയൊക്കെ കാണിച്ചിട്ടുള്ളൊരു വീഡിയോ ഒന്നും ഇതുവരെ ചെയ്തില്ല അല്ലേ. വെക്കേഷനൊക്കെ ആയ കാരണം കൊണ്ട് കുട്ടികളുടെ പിറകെയായിരുന്നു, അതാണ് പ്രശ്നം. നല്ല മാമ്പഴ പുളിശ്ശേരിയും സർവ്വം മാങ്ങ മയം തന്നെയായിരുന്നു. ഇപ്പം മാങ്ങയൊക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങി കേട്ടോ. ദൃശ്യം കാണാൻ പോവാ അല്ലേ? ദൃശ്യം കാണാൻ പോവാ. അമ്മ 1, 2 കണ്ടതായിരുന്നു, ഓർമ്മ ഉണ്ടാ? പോവാ എന്നാ റെഡി ആയിക്കോളൂ. അമ്മമ്മ റെഡി ആയിട്ട് വരുമ്പോഴേക്കും ഞാൻ എൻ്റെ കുർത്തി ഒന്ന് കാണിച്ചു തരാം കേട്ടോ. നല്ല രസമുള്ളൊരു കുർത്തി സെറ്റാണ്, നല്ല ഭംഗിയിട്ടത്. അതിൻ്റെ ഷോള് തന്നെയാണ് കേട്ടോ, ഒരു ബ്ലാക്ക് കളർ, നല്ല 2 സൈഡിലും പോക്കറ്റും ഒക്കെ വരുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ട് വാങ്ങിച്ചിട്ടുള്ളായിരുന്നു. അതുപോലെ തന്നെ അതിൽ ആ റെഡ് ഷോള് വരുമ്പോഴും ഒക്കെ. പിന്നെ ചൂടുകാലം ഏകദേശമൊക്കെ കഴിഞ്ഞു, പക്ഷെ എന്നാലും അതെ നല്ല കോട്ടൺ ആയിട്ടുള്ളത് കാരണം കൊണ്ട് തന്നെ ഇടാൻ നല്ല സുഖം ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് വീഡിയോയിൽ കാണിക്കുന്ന സമയത്ത് എന്തായാലും ഒരാളെങ്കിലും ലിങ്ക് ചോദിക്കാം. അപ്പോൾ എന്തായാലും ഞാനത് ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വേണ്ടവർ പോയിട്ട് നോക്കിക്കോളൂ കേട്ടോ. നല്ല ഭംഗിയുള്ളതാണ്, നല്ല കംഫർട്ടബിളാണ്, നല്ല അടിപൊളി ബ്ലാക്ക്. നമുക്ക് എപ്പോഴും നല്ല ഇഷ്ടപ്പെടുന്ന ഒരു കളറും കൂടിയല്ലേ. സാധാരണ ഞാൻ തിയേറ്ററിലേക്ക് എന്നും അതെ ഏത് ഒരു മൂവിക്ക് വേണ്ടിയിട്ട് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഞാൻ ആദ്യം അമ്മമ്മയുടെ അടുത്തും അമ്മയുടെ അടുത്തൊക്കെ ചോദിക്കും. അച്ഛൻ പിന്നെ ഒരു രക്ഷയില്ല, വരില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അമ്മമ്മയുടെ അടുത്ത് ഞാൻ ചോദിക്കും, വരില്ല എന്നറിയാം പക്ഷെ എന്നാലും ഞാൻ വെറുതെ ചോദിക്കും. അപ്പോൾ എൻ്റെ അടുത്ത് പറയും പിന്നെ നിനക്ക് വേറെ പണിയില്ലേ, ഞാനൊന്നും വരില്ല എന്ന് പറയും കേട്ടോ. അമ്മ പിന്നെ വരാറുണ്ട് നമ്മളുടെ കൂടെ, അമ്മയ്ക്ക് ഇഷ്ടമുള്ളതാണല്ലോ അങ്ങനത്തെ ഫാമിലി മൂവീസൊക്കെ കാണാൻ അമ്മ എന്തായാലും വരും. അമ്മമ്മ വരാറേ ഇല്ലാത്ത ആളാണ്. ഇപ്രാവശ്യം പക്ഷേ ദൃശ്യത്തിൻ്റെ കാര്യം എന്തെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പറഞ്ഞ സമയത്ത് ആണോ എന്നാൽ ഞാൻ വരാം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എന്തായാലും നമ്മൾ തിയേറ്ററിലേക്ക് വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ഇനി ഇങ്ങനെ കാണാം. ആദ്യം തന്നെ നമ്മൾ തിയേറ്ററിൽ എത്തിയത് 10 മിനിറ്റ് ലേറ്റ് ആയിട്ടായിരുന്നു കേട്ടോ. അതിൻ്റെ കാരണമൊക്കെ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ ചെന്നപ്പോഴേക്കും ഫിലിം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേ എന്നാലും കുഴപ്പമില്ല. തുടക്കം നമ്മൾ കുറച്ച് സമയം മിസ്സായിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ലല്ലോ. എന്തായാലും അവിടെ ഇരുന്ന് മൂവിയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇൻ്റർവെല്ലിന് നമ്മൾ പുറത്തിറങ്ങിയിട്ടുള്ളതാണ്. ഞാനും കുട്ടികളും കൂടി പുറത്തിറങ്ങി. അമ്മയും വന്നിട്ടില്ല കേട്ടോ, അവർ രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കുകയാണ്. അങ്ങനെ കഴിക്കാനുള്ള കുറച്ച് സാധനങ്ങളും ഒക്കെ വാങ്ങിച്ചിട്ട് വീണ്ടും നമ്മൾ അവിടെ തന്നെ പോയിരുന്നു. ഇനിയാണ് ശരിക്കും കഥ ആരംഭിക്കുന്നത് കേട്ടോ. ഇതുവരെയൊക്കെ കഥ വളരെ നോർമലാണ് കേട്ടോ. നമ്മളങ്ങനെ ഇനി ഇരുന്ന് ക്ലൈമാക്സ് എത്തുന്ന സമയത്താണ് ഇവിടെ വേറൊരു ഡ്രാമ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് അമ്മമ്മ പറഞ്ഞു എനിക്കിപ്പം പോകണം, ഫിലിം മുഴുവൻ കാണാൻ നിൽക്കാതെ. അത് അറിയാലോ, ദൃശ്യത്തിൻ്റെ ഒക്കെ ക്ലൈമാക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും എന്നറിയാലോ. അത് കാണാൻ ബാക്കി. എന്തിനാ പോന്നെ തോന്നി സിനിമയുടെ റിവ്യൂ ഒന്നല്ലോ ഞാൻ അത് വിചാരിക്കണ്ട. സിനിമയ്ക്ക് പോയി വന്ന കോലാടുന്നത് എന്തായാലും കാണാൻ പറ്റാത്തതൊന്നും ഇല്ല, ഒന്നുമില്ല. ഞങ്ങൾ വീട്ടിലെത്തി. ഇങ്ങനെ തോന്നുക ഓരോന്ന് അങ്ങനെയാണ് ഉണ്ടാവോ വിചാരിച്ചിട്ട് കാണാൻ പറ്റാത്തൊന്നുമില്ല. നമുക്ക് രസമായിട്ട് ഇരുന്ന് കാണാൻ തോന്നും. മുത്തശ്ശിക്ക് പ്രശ്നം, മുത്തശ്ശിക്ക് വിഷമായിട്ട് ഇനി പോണ്ട. നമുക്ക് അടുത്തത് ദൃശ്യം പോയിന്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. നമുക്കേ
നമുക്ക് അടുത്തേനും പോണം. ആയിക്കോട്ടെ, നാളെ തന്നെ പോവാം. നാളെ തന്നെ പോകില്ല, ഇനി ഒരു 4-5 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവുള്ളൂ അടുത്തത്. അപ്പൊ പോവാ ട്ടാ. പറയ് വേഗം പറയ്, ചൂടോടെ പറയ്. ഇതൊരു വോയിസ് ഓവർ കൊടുക്കുന്ന വീഡിയോ അല്ലല്ലല്ല, ലൈവ് റിയാക്ഷൻ ലൈവ് എന്താ പറയേ? പറയാൻ പാടില്ല, അതല്ല, ഒന്നും പറയാൻ പാടില്ല. സിനിമയെ പറ്റിട്ടല്ല. എങ്ങനെ ഉണ്ടായിരുന്നു ദൃശ്യം? അടിപൊളിയായിരുന്നു. ഇതായിരുന്നു ആദ്യത്തെ കാണുമ്പോ 2013 2 വർഷമായിട്ടുള്ളൂ. അതന്നെ 2013 കാണുമ്പോ, പിന്നെ 2021 അടുത്തത് നമ്മൾ നാട്ടിൽ വന്നിട്ട് ശേഷമാണ് പിന്നെ അത് കണ്ടത്. ഇനി ഇതെങ്ങനെയുണ്ട്? അടിപൊളി. അയ്യോ, ഇങ്ങനെ ഒരു അടിപൊളിയൊന്നും ഒതുക്കാൻ പാടില്ലേ മക്കളെ, അല്ലേ? അല്ലേ? അതെ, ക്ലൈമാക്സ് അടിപൊളി. ക്ലൈമാക്സ് മാത്രല്ല, മൊത്തം ഒരു മനുഷ്യന്റെ തലേനെ പറ്റിയാണ് ആലോചിക്കണല്ലേ. ഇങ്ങനെയൊക്കെ ആലോചിച്ചുണ്ടാക്കണ്ടേ? ക്ലൈമാക്സ് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ, അത് വേറെ കാര്യം. ഇനിയും കാണും, ഇനി കണ്ടിട്ട് വേണം എനിക്ക് ബാക്കി തീരുമാനിക്കാൻ. ഇനി കാണുമ്പോൾ പക്ഷെ അതിനുള്ള ഒരു ഫീൽ ഉണ്ടാവില്ല. പക്ഷെ ഞാൻ കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾ കണ്ടു. ബാക്കിയുള്ള സീൻസ് ഒക്കെ എല്ലാം കണ്ടിട്ടില്ല, ഇനി കാണണം പോയിട്ട് ഒന്നുകൂടി. അതെ അതെ അതെ. ക്ലൈമാക്സിലേക്ക് ഇങ്ങനെ ഞാനിങ്ങനെ ഹരം പിടിച്ച് വന്നപ്പോഴേക്കും മുത്തശ്ശിയായി എന്നമ്മയ്ക്ക് വയ്യ കാണാനൊക്കെ പറഞ്ഞ് മുത്തശ്ശി തുടങ്ങി. ഞാൻ ശരിക്കും വിചാരിച്ചു മുത്തശ്ശിക്ക് എന്തോ കണ്ടിട്ടായിരിക്കും. How could you take മുത്തശ്ശി to see a movie like this, bro? ഞാൻ ശരിക്കും വിചാരിച്ചു മുത്തശ്ശി കണ്ടിട്ട്. ഞാൻ വിചാരിച്ചു മുത്തശ്ശി ആദ്യത്തെ ഫിലിം കണ്ടിട്ട് പറഞ്ഞു അതിൽ ആ കുട്ടീനെ സഹദേവ അടിക്കണില്ലേ ആദ്യത്തെ മൂവിയിലെ. മുത്തശ്ശിയെ കണ്ടിട്ട് മുത്തശ്ശിക്ക് ആകെ, പക്ഷെ അത് വീട്ടിലിരുന്നിട്ടായിരുന്നു. ഇതിപ്പോ അതിന്റെ ആ ഒരു അന്തരീക്ഷവും മൊത്തത്തിലൊക്കെ പാടെ കാണുമ്പോഴേ പാവം പേടിച്ചു. ശുദ്ധ മനസ്സാണ്, ശുദ്ധ മനസ്സ് അങ്ങോട്ട് പോയിട്ടുണ്ട് ഇപ്പോ. ബാക്കി പിന്നെ പറയാം. കോമഡിയായി. ഞങ്ങള് അതൊക്കെ ഞാൻ പറയാം, അതൊക്കെ കോമഡിയാണ്. അപ്പം കോമഡി ഇത്രയും കാലം ഇല്ലാത്ത ബ്ലോക്ക് ഞങ്ങളിങ്ങനെ അങ്ങോട്ട് എത്തിക്കൊണ്ടിരിക്കണ്ടേ. അല്ലെങ്കിൽ ഇവിടുന്ന് തന്നെ ലീവ് ചെയ്യണ 5 o'clock ആയിട്ടാണ്. ഇറങ്ങി ഓടിയാലോ എന്ന് വിചാരിച്ചു. ഞങ്ങൾ തൊട്ടടുത്താണ് തിയേറ്റർ, പെട്ടെന്ന് എത്താൻ 10 മിനിറ്റിന്റെ ദൂരേ ഉള്ളൂ. 10-15 5:30 ഷോന് ഞങ്ങൾ കയറുന്നത് 5:36. ഞങ്ങൾ കയറുന്നത് 5:36. ഒരു 5 മിനിറ്റ് പോയി, 5 മിനിറ്റേ പോയിട്ടുള്ളൂ. പക്ഷെ അപ്പോഴേക്കും നമ്മൾ ഞാൻ വിചാരിച്ചു 5 മിനിറ്റ് ആകുമ്പോഴേക്ക് ആഡൊക്കെ കഴിഞ്ഞിട്ട് ഉണ്ടാവുള്ളൂ. പക്ഷെ അപ്പോഴേക്കും വണ്ടിയിൽ നിന്ന് ഇറങ്ങി ഓടിയാണെന്ന് വിചാരിച്ചു. പക്ഷെ മുത്തശ്ശി ഉണ്ടല്ലോ, അതും പറഞ്ഞിട്ട് അവരവിടെ നിന്ന് സംസാരിക്കുക. എന്താണ് നമ്മളവിടെ ഓടാൻ നിൽക്കുമ്പോഴാണ് ഞാൻ എന്തായാലും ഇനി ഒന്നും കൂടെ പോകും. എന്നിട്ട് വേണം നിങ്ങളൊക്കെ കണ്ടില്ലേ? ആരാണ്? ഞാൻ കണ്ടിട്ടൊന്നുമില്ല. പോകുമ്പോ ഒരുമിച്ചേ പോവുള്ളൂ. ഇവിടെ ഒരാള് നിങ്ങളെ കണക്കൊന്നുമില്ല. അതാണ് അമ്മ പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ട് പോണോ പറയാണ്ട് പോണോ ചോദിച്ചിന്റെ അടുത്ത്. അതാ ഇപ്പൊ ഇവിടെ ഇരിക്കുമ്പോഴെടുത്താ പറഞ്ഞത്. ശരി കേട്ടോ, ശരി കേട്ടോ. എന്തായാലും പടം പൊളിയാണ്, കണ്ടിട്ടുള്ളവരൊക്കെ പറഞ്ഞു. പക്ഷെ ലാസ്റ്റത്തെ ഒരു 10 മിനിറ്റ് ആണ് കേട്ടോ എന്റെ മിസ്സായത്. ആദ്യത്തെ 10 മിനിറ്റ്, അവസാനത്തെ 10 മിനിറ്റ് ഏറ്റവും മുഖ്യമായ 10 മിനിറ്റ് ആണ് അവസാനത്തെ. അത് കണ്ടില്ലെങ്കിൽ പിന്നെ ഈ സിനിമ മൊത്തം കണ്ടിട്ടില്ല. എപ്പോഴും ലാസ്റ്റ് മോഹൻലാലിന്റെ ആക്ടിങ് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ക്ലൈമാക്സിലത്തെ ആ സീൻ ഒരു രക്ഷയില്ല. അതൊന്നും എടുത്ത് പറയേണ്ട ആവശ്യമില്ല വെച്ചിട്ടാണ്. അതൊക്കെ വേറെ ക്ലൈമാക്സ്. അവിടെ ഒരു പ്രത്യേക സിറ്റുവേഷൻ നല്ല അവസാനത്തേക്കാണ്. അതൊന്നും കണ്ടിട്ടോ? സ്ട്രെസ് ആവും. എനിക്ക് ആകെ കണ്ടിന്യൂസ് ഇല്ലാണ്ട് ഭ്രാന്ത് പിടിച്ചു. ഇല്ല, എന്തെങ്കിലും സംഭവിച്ചൊരു ടെൻഷൻ ആയിരുന്നു. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആദ്യത്തെ 10 മിനിറ്റ്. പക്ഷെ നമുക്കൊരു ടെൻഷൻ അല്ലേ, അയ്യോ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ എത്താറേ ഇല്ല ലേറ്റ് ആയിട്ട്. നമ്മൾ എപ്പോഴും മുമ്പ് എത്താറുള്ളതാണ്.
ലേറ്റ് ആയിട്ട് ഫസ്റ്റ് നമ്മൾ ആഡ് മുതൽ തുടങ്ങുമ്പോൾ മുതലിരുന്ന് കാണലുള്ള ആഡും പിന്നെ മറ്റേ കമ്പനിയൊക്കെ കാണുന്ന ആൾക്കാർ എല്ലാവരും വരുന്നതിന് മുമ്പേ തിയേറ്ററിൽ എത്തുന്ന ആൾക്കാരായിരുന്നു. ഇതൊരു അബദ്ധം സംഭവിച്ചു. അബദ്ധമല്ല, നമ്മളുടെ തെറ്റല്ലല്ലോ. എന്താ പറയാ, ബ്ലോക്ക് വരുന്നതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റിപ്പെടവാ. അപ്പൊ അങ്ങനെയൊക്കെയാണ് ദൃശ്യവിശേഷം. ബാക്കി വിശേഷങ്ങൾ മുത്തശ്ശിയുടെ അടുത്ത് ചോദിക്കാം. മുത്തശ്ശി കാര്യട്ടോ വീഡിയോയില് ആരും കാര്യമാക്കരുത്. മുത്തശ്ശി അതൊക്കെ മറന്നിട്ട് ഞാൻ നാളെ ചോദിക്കുള്ളൂ. ഇന്ന് മറക്കട്ടെ, നാളെ ചോദിക്കാം. ഒന്ന് ഉറങ്ങട്ടെ, ഒക്കെ ശരിയാവും. അമ്മമ്മ നല്ല രാത്രി ഉറങ്ങിയില്ലേ? ഉറങ്ങിയാ? ദൃശ്യത്തിനെ പറ്റി ആലോചിച്ചാ ഇല്ലേ? നന്നുകൂടി കാണാൻ പോവാ? എന്നാ ഞങ്ങള് പോയിട്ട് വരാം. ഇല്ല, ഒരു പ്രാവശ്യം കൂടി, അത്രേ ഉള്ളൂ. വന്നു ഓർമ്മ വന്നു. ആക്ക് ഓർമ്മ വന്നല്ലേ? അതന്നെ. അപ്പൊ കണ്ടോണ്ടിരിക്കുമ്പോ ഓർമ്മ വന്നുവോ? അതെ. അമ്മമ്മ അതുവരെ ഓർമ്മയില്ല പറഞ്ഞോണ്ടിരിക്കുന്നു. ഓർമ്മ, കുട്ടികളെ കണ്ടോ? അതന്നെ. അതന്നെ അതന്നെ. എന്നാ പിന്നെ ഞങ്ങള് പോയിട്ട് വരാം ഒന്നുകൂടിട്ടാ. ഓക്കേ, പോരെ. അപ്പോൾ സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. മനസ്സിലാവാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി പറയാം. ദൃശ്യം കാണാൻ ഞാനും അമ്മയും അമ്മമ്മയും പാറും പ്രതും കൂടിയാണ് പോയത്. അങ്ങനെ ലാസ്റ്റ് ക്ലൈമാക്സ് എത്തുന്ന ആ ഒരു സമയത്ത്, കറക്റ്റ് ലാസ്റ്റ് ഒരു 15 മിനിറ്റ്സ് ആ സമയത്ത് എത്തുമ്പോഴേക്കും അമ്മമ്മയ്ക്ക് വയ്യ പറഞ്ഞു. എന്ന് വെച്ചാൽ അമ്മമ്മയ്ക്ക് അതിരുന്ന് കാണാനുള്ള, അമ്മമ്മയ്ക്ക് വിഷമാവുക അത് കണ്ടിട്ട്. അപ്പോൾ അങ്ങനത്തെയൊക്കെ ആയിട്ട് ഞാൻ എന്തെങ്കിലും കൂടുതൽ പറഞ്ഞാൽ നമുക്കത് ഇതായി പോകും. അതുകൊണ്ട് അപ്പോൾ അമ്മമ്മയ്ക്ക് അവിടെ നിന്നിട്ട് നമുക്ക് പുറത്ത് പോവാ എന്നുള്ള ഇതായിപ്പോയി. അങ്ങനെ ഞാൻ വേഗം അമ്മമ്മേനെയും കൂട്ടിയിട്ട്, ബാക്കി അമ്മയും കുട്ടികളും അവിടെ തന്നെ ഇരുന്ന് ഫിലിം മുഴുവൻ കണ്ടു. ഞാൻ അമ്മമ്മേനെ കൂട്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങി. അതായത് ഞാൻ ആ ക്ലൈമാക്സ് കണ്ടില്ല എന്നർത്ഥം. പക്ഷേ ഈ ഒരു മൂവിയിലൊക്കെ ക്ലൈമാക്സ് കാണാണ്ടിരുന്നാൽ പിന്നെ ആ മൂവി കണ്ടു എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ലല്ലോ. കാരണം അതിൻ്റെ ക്ലൈമാക്സിലാണ് കിടക്കുന്നത് എല്ലാം. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു, ഞാൻ നെക്സ്റ്റ് ഡേ തന്നെ അപ്പം തന്നെ ഞങ്ങൾ എന്താ പറയുക, ഫിലിം കഴിഞ്ഞ് വന്ന അപ്പം തന്നെ ഞങ്ങൾ നെക്സ്റ്റ് ഡേക്ക് ബുക്ക് ചെയ്തു. പക്ഷേ ഞാൻ ഒറ്റയ്ക്ക് എന്നെ പോകാൻ സമ്മതിക്കില്ല, അപ്പോൾ ആറും പ്രതും കൂടെ വന്നു. അവർക്ക് വീണ്ടും അത് കാണണം എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇതാ വീണ്ടും ബുക്ക് ചെയ്ത് നമ്മൾ ദൃശ്യം കാണാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ആദ്യം നമ്മളുടെ ആദ്യത്തെ 10 മിനിറ്റും പോയിട്ടുണ്ട്, അവസാനത്തെ ഒരു 10-15 മിനിറ്റും പോയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കാണണം. അതിന് വേണ്ടിയിട്ട് വീണ്ടും തിയേറ്ററിൽ വന്നതാണ് കേട്ടോ. ആദ്യത്തെ എത്ര നേരം നമുക്ക് കണ്ടിട്ടില്ല എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് കണ്ടപ്പോൾ പിന്നെ ആ ഒരു ഇത് മനസ്സിലായി. അത്യാവശ്യം മിസ്സായിട്ടുണ്ടായിരുന്നു 10 മിനിറ്റ് ആണെങ്കിൽ കൂടി. അങ്ങനെ എന്തായാലും അത് ഓക്കെ ആയി. ഇനി കിടക്കുന്നത് ക്ലൈമാക്സ് ആണ്. എൻ്റെ അമ്പോ, അതിനെപ്പറ്റി എനിക്കുണ്ടല്ലോ പറഞ്ഞിട്ടെങ്കിൽ അറിയില്ല. അത് കാണണം കേട്ടോ, നേരിട്ടിട്ട് നിങ്ങളത് കാണുമ്പോഴേ മനസ്സിലാവും. അത് വേറെ ആൾ, അതുകൊണ്ടാണ് പാറും പ്രതുവും എനിക്കത് പറഞ്ഞു തരാതിരിക്കുക തന്നെയായിരുന്നു. കാരണം അത് കാണുമ്പോൾ തന്നെയാണ് അതിൻ്റെ ആ ഒരു ഫീൽ ശരിക്കും മനസ്സിലാവുള്ളൂ. അങ്ങനെ മൂവി കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി. അപ്പോഴേക്കും നല്ല വിശപ്പായിട്ടോ. ലഞ്ചിൻ്റെ ടൈം ഇങ്ങനെ ഏകദേശം കഴിഞ്ഞു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചില്ല. രണ്ടുപേരും പറഞ്ഞു കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നമ്മൾ ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് കയറി. അങ്ങനെ ബിരിയാണിയൊക്കെ കഴിച്ചു. അതെ, അത് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഇല്ല, അവിടെ അമ്മമ്മ അത് കാണാത്ത നന്നായി, ആ സമയത്ത് ഇറങ്ങിയത് നന്നായി. അത് കണ്ടായിരുന്നു കണ്ടല്ലോ, അവിടെ ഇരുന്ന് കാറ്റ് പോയിരുന്നു. എനിക്ക് അവസാനമായപ്പോഴത്തേക്കും കൂടെ മൂത്രമൊഴിക്കാൻ മുട്ടി. പോയതേ ഇന്നലെ പോയ തിയേറ്ററിലല്ല, ഇന്നലെ പോയ തിയേറ്ററിൽ എനിക്ക് ടിക്കറ്റ് കിട്ടാനില്ല. അപ്പം ഇന്ന് വേറെ തിയേറ്ററിലാണ് പോയത്. വളാഞ്ചേരി തന്നെ അപ്പുറത്ത് തന്നെ വേറെ തിയേറ്റർ ഇല്ലേ, ശ്രീകുമാർ വേറെ തിയേറ്റർ. എന്തായാലും മക്കളെ നിങ്ങളോട് താങ്ക്സ്. നിങ്ങൾ പൊട്ടിക്കും ഇപ്പം പൊളിക്കും എന്നുള്ള രീതിക്ക്. പക്ഷേ ഞാനത് കണ്ടേ മതിയാവൂ എന്നുള്ള രീതിക്ക് രണ്ടുപേരും ഇങ്ങനെ പിടിച്ചു വെച്ചു. പാറൂനായിരുന്നു കൂടുതൽ. പാറു അത് കണ്ടിങ്ങനെ പറയാൻ മുട്ടിയിട്ടിരിക്കുകയായിരുന്നു. പക്ഷേ പറഞ്ഞില്ല. പപ്പേനെ വിളിച്ചിട്ട് ഓരോ സെക്കൻഡിലും തന്നെ പറഞ്ഞോണ്ടിരിക്കുക. സൈത്തേട്ടനാണെച്ചെങ്കിൽ സബ്ജക്റ്റ് ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും അവളിത് വിളിക്കെത്തിക്കും. പക്ഷെ ഉണ്ടല്ലോ ഒരു കാര്യമുണ്ട്, ഇന്നലെ ഞങ്ങൾക്ക്, അതായത് എനിക്ക് മിസ്സായത് ലാസ്റ്റത്തെ ഒരു 10-15 മിനിറ്റ് അല്ലേ,
ലാസ്റ്റിലത്തെ ഒരു 10-15 മിനിറ്റാണ്. അപ്പോൾ ഇന്നിപ്പോൾ വീണ്ടും ടിക്കറ്റ് എടുക്കണ സമയത്ത് മനസ്സിലെങ്ങനെ ഉണ്ടായിരുന്നത് വേർത്താണോ എടുക്കണോ വെറുതെ പൈസ പോവോ അതൊക്കെ. പക്ഷേ ഇന്ന് സിനിമ കണ്ടപ്പോൾ അത് കണ്ടില്ലായിരുന്നെങ്കിലായിരുന്നു ശരിക്കും നഷ്ടം എന്ന് പറയുന്നത്. അമ്മമ്മ കണ്ടായിരുന്നു ഇപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കും എന്തായാലും കാണിക്കണത്, അങ്ങനെയൊന്നല്ല കേട്ടോ വിചാരിക്കണം. അമ്മമ്മ ഭയങ്കര എന്താ പറയാ സോഫ്റ്റ് മൈൻഡാണ്, കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ്. അടിയും പിടിയൊന്നും കാണാൻ വയ്യ, അതുകൊണ്ടാണ്. അപ്പം എന്തായാലും നമ്മളുടെ ദൃശ്യം ഒരൊന്നൊന്നര ദൃശ്യം. ഇപ്പം പിന്നെ ഞങ്ങളുടെ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് അറിയാലോ ഒരേ മൂവി തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ വീണ്ടും പോയി തിയേറ്ററിൽ കാണും സിനിമ. അമ്മമ്മ കാരണമല്ല ഞാൻ പറയില്ല, അമ്മമ്മ കാരണം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. എനിക്ക് അമ്മമ്മ അവിടെ വിഷമിച്ച് എത്ര നേരം ഇരുന്നു എന്നുള്ളത് ആലോചിച്ചിട്ടുള്ള പ്രശ്നം, അല്ലാണ്ട് അമ്മമ്മ കാരണമല്ല. പക്ഷേ നമ്മളൊരു മൂവി കാണുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് കാണുമ്പോഴല്ലേ നമുക്കത് അറിയാം എന്താണ് സംഭവം എന്നുള്ളത്. അതറിയാം. പിന്നെ മാത്രം നമുക്ക് ഇന്നലെ ഫസ്റ്റ് തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് മിസ്സായി. അപ്പം എന്തായാലും അപ്പം ഇന്ന് അങ്ങോട്ട് പോവാം എന്ന് കരുതിയിട്ട് തന്നെ പോയതാണ്. പക്ഷെ വെറുതെ ആയില്ല. എന്താ വെറുതെ എൻ്റെ അമ്മ പൊളി. ഇനി ദൃശ്യം 4 വന്ന് ആലോചിക്കാൻ എനിക്ക് ഇപ്പോഴേ ടെൻഷനാണ്. അത് ഇതിപ്പോൾ എന്താ പറയുക, ഞങ്ങൾക്ക് പെട്ടെന്നുണ്ടായത് അമ്മമ്മ പോരുക എന്നുള്ളത് പെട്ടെന്നുണ്ടായിട്ടുള്ള ഒരു തോട്ടാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് തന്നെ പണ്ടത്തെ 1ഉം 2വിനെ പറ്റി ഞങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാനുള്ളൊരു സമയം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അല്ലേ. അപ്പോൾ ഞങ്ങൾക്കത് ഓർമ്മിപ്പിച്ചെടുക്കാനുള്ള സമയം ഉണ്ടായിരുന്നിട്ടില്ല. ഞങ്ങൾ രണ്ടാമത്തെ ഓർമ്മ വരുന്നില്ല അല്ലേ. രണ്ടാമത്തെ ഇതിൻ്റെ കേസ് അന്വേഷണം തന്നെ ഇതങ്ങനെ പല രീതിക്ക് നടന്നു പോയതായിരുന്നു. ഒന്നാമത്തെ അപ്പം ഇന്നലെ ഇപ്പോൾ ഞാൻ അങ്ങനെ കാണുമ്പോൾ വിചാരിച്ചു അമ്മമ്മയ്ക്ക് ഓർമ്മ വരുന്നുണ്ടാവുമായിരിക്കുമോ എന്നൊക്കെ. ഇന്നിപ്പോൾ ഇവിടെ വന്നിട്ട് പറയുന്നു ഓർമ്മ വന്നു പറഞ്ഞിട്ട് അന്നത്തെ കഥയൊക്കെ പറയുന്നുണ്ട്. ആദ്യത്തെ എൻ്റെ രണ്ടാമത്തത് വേറൊന്നുമില്ല, അയാൾ കേസിൽ എപ്പോഴും കുറ്റക്കാരനല്ല എന്നുള്ള രീതിക്ക് തന്നെ എത്തിക്കുന്നതായിരുന്നു രണ്ടാമത്തത്. നമ്മൾ കണ്ടത് തന്നെയാണ്, അമ്മമ്മ കണ്ടതാ. അതന്നെ നമ്മൾ മിണ്ടിയാ സ്പോയിലറാവും, മിണ്ടാൻ പാടില്ല. അതാണ് പ്രശ്നം. ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തെങ്കിലും അതിൽ പറഞ്ഞു പോയാൽ അത് സ്പോയിലറാവും. അതുകൊണ്ട് ഒന്നുമല്ല, എല്ലാവരും നേരിട്ട് പോയി കണ്ടോളി, അത്രയാണ് പറയാനുള്ളൂ അല്ലേ. എക്സ്പീരിയൻസ് അല്ലേ. മോഹൻലാലിൻ്റെ പ്രൊഡക്ഷൻ. അപ്പോൾ പോയി കാണാം. ഇങ്ങോട്ട് വായോ, ജസ്റ്റ് പറ എന്തെങ്കിലും ഒരു 2 വാക്ക്. ഞങ്ങൾ 4ന് വേണ്ടിയിട്ട് വെയിറ്റിംഗ് ആണോ? പിന്നല്ലാണ്ട് 4ന് വേണ്ടി ഇങ്ങനെ വേണോ 2 ഉണ്ടാവില്ലേ എന്നുള്ളത് അതാലോചിച്ചിരിക്കും. ഇപ്പോഴേ ടെൻഷൻ ആവുകയാണ്. ഈശ്വര 4 ഉണ്ടെങ്കിൽ എന്തായിരിക്കും ഭഗവാനെ ഇത് ആലോചിച്ചിട്ട്. വല്ലാത്ത ഇങ്ങനെയൊക്കെ ആലോചിച്ചുണ്ടാക്കണ്ടേ സംഭവം സംഭവിക്കണം കേട്ടോ. അതന്നെ മൂള അപ്പോൾ മുത്തശ്ശിയുടെ വാക്ക് മൂള, മുത്തശ്ശിയുടെ വാക്കാണത് ബുദ്ധി. അപ്പം അത് ഓക്കെ. അപ്പം അതായിരുന്നു നമ്മളുടെ വളരെ എന്താ പറയുക ഇതായിട്ടുള്ള ദൃശ്യം 3 മൂവിയുടെ അത്രയ്ക്ക്. 4ാമത്തെ കാണാൻ വരുന്നു. ശരി, ഞാൻ വിചാരിച്ചു അമ്മമ്മ വരുന്നു. അതെന്താ അറിയോ, ശരിക്കും പറഞ്ഞാൽ നമ്മൾ വീട്ടിലിരുന്നിട്ടല്ലേ സാധാരണ സിനിമ ഒക്കെ കാണുന്നത്. തിയേറ്ററിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാണുമ്പോഴത്തെ വേണ്ടാച്ച ഓഫാക്കി ഇപ്പം വീട്ടിലിരുന്നപ്പോൾ തിയേറ്ററിലത്തെ ആ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത് വേറെ അല്ലേ. അപ്പം ആ കാരണം കൊണ്ടൊക്കെയാണ്. അപ്പം അതൊക്കെയാണ് കഥ. ദൃശ്യം 1, 2 കഴിഞ്ഞ സമയത്ത് ഇതുപോലെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അമ്മമ്മയ്ക്ക് ഓർമ്മ ഉണ്ടോ? അത് ഓർമ്മയില്ല. അമ്മമ്മയ്ക്ക് ഓർമ്മയില്ല. ആ വീഡിയോ ഞാൻ വീണ്ടും കാണിച്ചു തരാം. അപ്പം അന്ന് അമ്മമ്മ കണ്ടിട്ട് അമ്മമ്മ അങ്ങനെ ആ സിനിമയെ പറ്റിയിട്ടൊക്കെ അങ്ങനെ പറയുന്നുണ്ടായിരുന്നേ. അപ്പം അതിൽ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു ദൃശ്യം 3 ഇനി വരൂ. അന്ന് അറിയില്ലല്ലോ, വരുമോ വരില്ലെന്നൊന്നും അറിയില്ല. അന്ന് പലരും പറയുന്നുണ്ട് ചിലപ്പോൾ വരുമായിരിക്കും, വരികയാണെച്ചെങ്കിൽ അമ്മമ്മയ്ക്ക് കാണാന്നൊക്കെ പറഞ്ഞിട്ടേ വന്നു കണ്ടു. അത് തിയേറ്ററിൽ പോയി കണ്ടു. ആദ്യത്തെ ഞങ്ങൾ വീട്ടിൽ ഇവിടെ കണ്ടു, 2ാമത്തെ നമ്മൾ വൃന്ദാവനിൽ കണ്ടു, 3ാമത്തെ നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടു. പക്ഷെ അവസാനമായപ്പോഴേക്കും എനിക്ക് കാണാൻ വയ്യാതെ കേട്ടോ, കണ്ടിരുന്നില്ല വരണ്ടിരുന്നില്ല എന്നുള്ളിടത്തോളം മാനസികമായിട്ടും കൂടിയിട്ട് എനിക്ക് അതാണ് കുഞ്ഞു കുട്ടികളുടെ മനസ്സാണ്, കുഞ്ഞു കുട്ടികളുടെ മനസ്സ്. എന്തായാലും നമ്മളുടെ ദൃശ്യം 3 ഭയങ്കര സംഭവ ബഹുലമായ ഒരു കാഴ്ചയായിരുന്നു. ചിലപ്പോൾ 4 വരും.
എന്ത് 4 വരും 4 വരും അമ്മമ്മേനെ കൊണ്ടേ കാണിക്കും. ഇപ്പൊ അവസാനത്തെ 10 മിനിറ്റേ പോയിട്ടുള്ളൂ. എൻ്റെ ഒരു 10-15 മിനിറ്റ്. അടുത്തത് തന്നെ കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇന്റർവെല്ലിന് തന്നെ ഇറക്കിക്കൊണ്ടിരുന്നത്. എന്നാ ഞാനിതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ അമ്മമ്മയുടെ സീറ്റിന്റെ അപ്പുറത്ത് പറയാൻ പാടില്ല. പറഞ്ഞ സ്പോയിലറാകും. കാണാത്ത ആൾക്കാരാണ് മൊത്തം. നമ്മൾ പറയാൻ പാടില്ല അതേ. അതാണ് കണ്ടോ. ഇതാണ് അമ്മമ്മയുടെ ജഗത്ത്. മിണ്ടിക്കഴിഞ്ഞാൽ കഥ പുറത്താവും. അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ നിർത്തണം. നിങ്ങളെല്ലാരും കണ്ടു കഴിച്ചിട്ട് ശേഷം അതാണത്. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള അതന്നെയാണ് ആ മൂവിയുടെ ഒരു ഇത്. ഓക്കെ ആ കഥ പറയൂട്ടോ. ഞാൻ പറയാ നമ്മളുടെ കാരണന്മാർ ഈ മുതലുണ്ടാക്കിയതേ എത്ര കഷ്ടപ്പെട്ടിട്ടാവും. കണ്ടോ ദൃശ്യം 3 വന്ന് കാരണവന്മാരുടെ അടുത്തേക്ക് എത്തി. നോക്കി അപ്പൊ കാലത്ത് ഇങ്ങനെയൊക്കെ ഒരു വീട് കയറ്റണമെങ്കിൽ അവരൊക്കെ എത്ര അധ്വാനിച്ചിട്ടുണ്ടാവും. അതെ നമ്മൾക്ക് ഇപ്പൊ ഇങ്ങനെ ഇരുന്നിട്ട് നമ്മള് സുഖമായിട്ട് ഉപ്പ ഇരിക്കാനുണ്ടെങ്കിൽ അന്നത്തെ കാലത്ത് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതുകൊണ്ടാണ്. അതെ 100-150 കൊല്ലം മുമ്പൊക്കെ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയതാണ്. നമ്മളിരുന്ന് സൂക്ഷിക്കുക. അതുകൊണ്ടാണല്ലോ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ കാരണവന്മാരെ ആലോചിക്കണം എന്ന് പറയില്ലേ അല്ലേ. കാരണം നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. അവരാണ് എല്ലാം ഉണ്ടാക്കി വെച്ചത്. ദൃശ്യത്തിൽ കാരണവന്മാരിലേക്ക് എത്തി. അപ്പോൾ ഓക്കെ.